സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നോമ്പിന്റെ 5-ാം ദിനത്തിലും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങും. കർത്താവായ ദൈവത്തിന്റെ ഈ അരുളി ചെയ്തിരിക്കുന്ന വചനം യാക്കോബിനെ തിരഞ്ഞെടുത്തുവെന്നും ആ യാക്കോബിന്റെ ദൗത്യത്തെ നിർവഹിക്കുന്നതിനായിട്ട് ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ കർത്താവിൽ നമ്മെ തന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ച് നടത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതു നന്മകൾ നൽകി നമ്മെ തിരഞ്ഞെടുത്ത് ആ ദൈവത്തിന്റെ ആ ദൗത്യത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നാം മറഞ്ഞിരിക്കുവാനും മാറി നിൽക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പിന്മാറിപ്പോകുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുവാനും അതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളാക്കി ഈ നോമ്പ് നാളുകളിൽ നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണ് സംസാരിക്കണമെന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ആ ദൈവ ശബ്ദം കേട്ട് ആ ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ നല്ലൊരു ഒരുക്കം ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ദൈവം അതിനായി നമ്മുടെ ജീവിതങ്ങളെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പേടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഭ്രമിച്ചു നിൽക്കുന്ന യാക്കോബിനെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ ഒന്നും കൂടെ ദൈവം അവിടെ അതിനെ ബോധ്യപ്പെടുത്തുകയും യാക്കോബിനെ അവിടെ ദൗത്യത്തിനായിട്ട് ദൈവം ഒരുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നാം ഓരോരുത്തരെയും ജീവിതത്തിലും ആ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തെ നോക്കി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകം പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും കഷ്ടതകളും നിറഞ്ഞതാണ്. അത് തിന്മ നിറഞ്ഞ ലോകമാണ്, അനീതി നിറഞ്ഞ ലോകമാണ്. നീതിയുടെ വലം കൈകൊണ്ട് താങ്ങുന്ന സർവശക്തനായ ദൈവം ഇന്ന് ജീവിക്കുന്നുവെന്ന ആ ഉറപ്പും ധൈര്യത്തോടെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യവും ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് തയ്യാറാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ്സുണ്ട്. ആയുസ് അത്രയും കർത്താവിനായി ജീവിച്ചു തീർക്കണമെന്ന ആ വലിയ ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില നന്മകൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മറച്ചു വെക്കുവാനായിട്ട് പാടില്ല. അതിലും നമ്മൾ മാറിപ്പോകാനായിട്ട് പാടില്ല. അത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ നമ്മൾ ഒരുങ്ങുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളിൽ കൂടെ വലിയവ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടുവാനും ഈ നാളുകളിൽ, ഈ നോമ്പ് നാളുകളിൽ സഹിഷ്ണുതയോടെയും സമാധാനത്തിനും ആ ദൈവത്തിന്റെ ത്യാഗത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതത്തെ വിനയപ്പെടുത്തി ക്രിസ്തുവിൽ നാം ഓരോരുത്തരെയും ആ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ ആ കർത്താവിന്റെ നാം മഹത്വപ്പെടുന്നതിന് വേണ്ടി നാം ഓരോരുത്തരെയും ജീവിതം കൃപയാൽ ഒരുക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് ഓരോരുത്തരെയും ദൈവം സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.